വയ്യ, ഞാൻ ആരോടും മിണ്ടൂല, വാതിൽ തുറന്നു കൊടുക്കൂല. കാരണം എൻ്റെ മനസ്സ് ഒരുപാട് മുറിഞ്ഞു. ഷാനാണ് വിഷയമെങ്കിൽ ഞാൻ ഷാൻ ഒഴിവാക്കാൻ പറ്റുന്നു. ഒന്നും ചെയ്തിട്ടില്ല മക്കളെ. എൻ്റെ മിച്ചു ഉറങ്ങുന്നു മക്കളെ. ഇപ്പോൾ ഞാൻ മക്കളെ ചൂടിൽ മക്കളെ വാപ്പച്ചി എപ്പോഴെങ്കിലും അടിച്ചിട്ടുണ്ടോ? ഷാ വാപ്പച്ചി ഇതൊക്കെല്ലാം വാങ്ങി തന്നിട്ടില്ലേ? ഇത്തച്ചിക്കാ മസൂറാക്ക മസൂറായി അടിച്ചിട്ടുണ്ടാക്കളെ. എന്നാ പ്രശ്നം അതിൻ്റെ അത് മാത്രമല്ലേ ഉള്ളൂ. വാപ്പച്ചി എല്ലാവരും സ്കൂളിൽ കൊണ്ടാക്കിയല്ലേ? അടിച്ചിട്ടുണ്ടോ? മസൂറായി മക്കളൊന്നും അടിച്ചിട്ടില്ലല്ലോ, എല്ലായിടത്തും കൊണ്ടുപോയിട്ടില്ലേ? ഞാൻ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് മദ്യപാനം നിർത്താനുള്ള. ഞാൻ ഒറ്റ കാര്യമാണ് ഞാൻ ഒരു വരുമാനത്തിന് വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഒരു രായമേ എന്ന് പറഞ്ഞ സ്ത്രീയും ഷെഫീനായും കൂടെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോട്ടെ. ഈ വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെജില ഷാൻ്റെ വീഡിയോ ഞാൻ കുറച്ച് ദിവസമായി ചെയ്തിട്ട്, നേരത്തെ എന്തോ ചെയ്തതാണ്. അപ്പം 3-4 ദിവസമായി തോന്നുന്നു ചെയ്തിട്ട്. അപ്പം പുള്ളിക്കാര് എന്താ പറയുക, ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാവൂല എന്ന് പറയില്ല, ആ ഒരു ഇതിലൂടെ പോകുന്നൊരു വ്യക്തിയാണ് പുള്ളിക്കാരി. അപ്പം കുറേ ദിവസങ്ങളായിട്ട് ഇപ്പം മസ്റൂറാനെ അപ്പുറത്താണ് ഉമ്മയുടെ വീട്ടിലാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ കൊച്ചു തന്നെ അപ്പോൾ ചൈൽഡ് ലൈനിലൊക്കെ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു. പിന്നെ ഷെഫീന ബീവിയുടെ കൂടെ അതുപോലെ ബീൻ ഫാമിലിയുടെ കൂടെയൊക്കെ ഇരിക്കുന്നത് കാണാനിടയായി. അപ്പോൾ അത് ആ ഒരു സമയത്ത് തുടങ്ങി പുള്ളിക്കാരിക്ക് ഇരിക്കെ പൊറുതിയില്ല, വെപ്രാളമാണ്. അവരുടെ കൂടെ പോയതിനും എൻ്റെ ശത്രുക്കളുടെ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വെപ്രാളമാണ്. അപ്പം എൻ്റെ ശത്രുക്കളുടെ കൂടെ പോയി എന്ന് ഈ പുള്ളിക്കാരി പറയുന്നുണ്ട്. നിൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഇഷ്ടമില്ലാത്ത ഒരാളുടെ നീ കല്യാണം കഴിച്ചിട്ട് ഇരിക്കുന്നത്, അപ്പോൾ അവർക്ക് എത്രമാത്രം വേദന ഉണ്ടാവും. നിൻ്റെ മോൾ നിനക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ കൂടെ പോയപ്പോൾ നിനക്ക് നൊന്തു. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുടെ കൂടെയാണ് നീ ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സ് എത്രമാത്രം നോവുന്നുണ്ടാവുമെന്ന് നീ ഒന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇപ്പോൾ കിടന്നിട്ട് ഇപ്പോൾ എൻ്റെ ഇന്നലെയും മിനിഞ്ഞാന്നും ഒരാഴ്ച ഒരു മാസമായിട്ട് എൻ്റെ ഷാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡാൻസും കൂത്തും എല്ലാം ആയിരുന്നു. അതുപോലെ തന്നെ ഷാനില്ലാതെ മരിക്കുവോളം ഷാനായിരിക്കും എൻ്റെ കൂടെ, മരണം കൊണ്ടല്ലാതെ ഞങ്ങൾ പിരിക്കാൻ കഴിയില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞ ആൾ ഇപ്പോൾ വേണ്ട കിടക്കുന്നത്. ഇന്നലെ ഷാൻ കുടിച്ചിട്ട് വന്നു. ഷാനിനി അകത്ത് കയറ്റൂല, പുറത്ത് കാറിലാണ്. എനിക്ക് എന്തെങ്കിലും ഇതാവുമെന്ന് പറഞ്ഞിട്ട് പുറത്ത് ഇരിക്കുകയാണ്. പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പോലീസൊക്കെ സമരിയാക്കി. പോലീസ് പറഞ്ഞു ഒന്നും പറയണ്ട, അവൻ പുറത്ത് കിടക്കും, കാറിൽ കിടക്കും എന്ന് പറഞ്ഞിട്ട് ഷാൻ കാറിലാണ് കിടക്കുന്നത്, ഞാൻ അകത്ത് കയറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഈ 24 മണിക്കൂറും കുടിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെയാണോ നീ ഇനിയും ആ മസൂറ ഫാത്തിമ എന്ന് പറഞ്ഞ ആ മോളെ നിർത്താൻ പോകുന്നത്? നീ തന്നെയാണ് മോളെ നിൻ്റെ കാര്യങ്ങൾ മൊത്തവും നീ പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് നിൻ്റെ വില മൊത്തവും കളഞ്ഞത് നീ മാത്രമാണ്. അല്ലാതെ ഈ ഷെഫീന ബീവിയോ ബീൻ ഫാമിലിയോ ആരും അവരുടെ അടുത്തുനിന്ന് എടുത്തു പറഞ്ഞ കാര്യങ്ങളല്ല. നീ തന്നെയാണ് നിൻ്റെ ഷാൻ എന്താണെന്നുള്ളതും നിൻ്റെ ഫാമിലി എന്താണെന്നുള്ളതും നീ എന്താണെന്നുള്ളതും ഞാൻ 4 കെട്ടി എന്നുള്ളതും ഞാൻ 5 കെട്ടി എന്നുള്ളതും എല്ലാം നീ തന്നെയാണ് ഈ പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞ് കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയത്. എന്നിട്ട് ബീൻ ഫാമിലി എൻ്റെ പുറകെ നടന്ന് എന്നെ ശല്യം ചെയ്യാണ്, എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, എന്നെ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പല തരത്തിലുള്ള വീഡിയോകൾ, എന്തെല്ലാം അവരുടെ മക്കളെ അടക്കം പറഞ്ഞ് പല രീതിക്കും അവരെ അവഹേളിക്കുന്ന വീഡിയോകൾ ഞാൻ കണ്ടു. പക്ഷെ കുറച്ച് അഹങ്കാരം ഒതുക്കുക. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് പറയാതിരിക്കുക. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നാറും. നമ്മൾ പറയുന്നതായിരിക്കില്ല പല ആളുകളും അത് ഏറ്റെടുത്ത് വീഡിയോ ചെയ്യുമ്പോൾ അത് പല രീതിക്കായിരിക്കും അത് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്നും പുറത്ത് പറയാതിരിക്കുക മോളെ, അതാണ് ഏറ്റവും നല്ലത്. ഇത് എല്ലാം വന്ന് പുള്ളിക്കാർ വാ തോരാതെ എന്താ പറയുക, ഇനി പറയാത്തതൊന്നുമില്ല. ആ പുള്ളിക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും എന്താ പറയുക, ഞാൻ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഫാമിലി വ്ളോഗ് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്, അവരുടെ എല്ലാ കാര്യങ്ങളും അവർ വന്നിട്ട് പബ്ലിക്കിന് മുമ്പിൽ വിളിച്ച് വിളമ്പുന്നുണ്ടോ? പബ്ലിക്കിന് മുമ്പിൽ വിളിച്ച് പറഞ്ഞവർക്കെല്ലാം 8ൻ്റെ പണി കിട്ടിയിട്ടുമുണ്ട്. ഇപ്പം TT ഫാമിലിക്കാണെങ്കിലും അതുപോലെ തന്നെ
എന്താ പറയുക, എന്താണ് പ്രവീൺ മൃദുല അവർക്കൊക്കെ അവരെല്ലാം പബ്ലിക്കിന് മുമ്പിൽ വന്ന് പറഞ്ഞു, അവരെല്ലാം വലിച്ചു കീറിയതാണ് ജനങ്ങൾ അല്ലേ. അത് കഴിഞ്ഞ് അവരെല്ലാം ഒന്നിക്കുകയും ചെയ്തു. ഇപ്പം എന്താ ഈ പറഞ്ഞ ആയി അതിൻ്റെ ഇതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ ചിലപ്പോൾ നമ്മൾ ഉപ്പയും ഉമ്മയൊക്കെ ആണ്, നാളെ ഒന്നിക്കും, ആ ഒരു രീതിക്ക് ഭർത്താവാണ് നാളെ ഒന്നിക്കും. അതുകൊണ്ട് അവരെക്കുറിച്ച് ഒന്നും കൂടുതലായിട്ട് പറയാതിരിക്കുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ പല്ലിൽ നിന്ന് കുത്തിയിട്ട് മറ്റുള്ളവർക്ക് നാറാൻ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ട്. എന്നിട്ട് അവരത് ചെയ്തു ഇവരത് ചെയ്തു അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. എന്തായാലും അവൾ പറയുന്ന കുറച്ച് ഞാൻ സൈഡിൽ കാണിക്കുന്നൊന്നുമില്ല, കുറച്ച് ഭാഗങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. പറയുന്നതാണ് നല്ലത്. എന്നെ നമ്മൾ എന്തായാലും കട്ടിൻ്റെ അടിയിൽ നിന്നല്ല പിടിച്ചത്. നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന കാര്യം നമുക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചതാണ്. പക്ഷേ മദ്യപാനം ഇങ്ങനൊരു പ്രശ്നം ഇന്ന് 31 ദിവസമായി. ഇന്നലെ വരെ മരുന്ന് കൊടുത്തു, ഇന്ന് മരുന്ന് കുടിച്ചിട്ടില്ല. അതൊരു പൊടിയാണ്. അത് ചാത്തന്നൂർ ഇപ്പോൾ പുതിയത് വീണ്ടും ഒരു ഡോസ് മേടിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഈ മദ്യപാനത്തിൻ്റെ മരുന്ന് കൊടുക്കുന്നത് നമുക്ക് ഇനി മദ്യപിച്ചാൽ പ്രശ്നമാണ്. പക്ഷേ ഇന്നലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ മദ്യപിക്കാൻ കാരണം എന്താ പറയുമ്പോൾ പുറത്ത് പോയി ചെന്നപ്പം എല്ലാവരും ചോദിച്ചതാ നീ കുട്ടിയെ വല്ലതും ചെയ്തു, നീ കുട്ടിയെ വല്ലതും ചെയ്തു, നീ കുട്ടിയെ വല്ലതും ചെയ്തു എന്നതിൻ്റെ പേരിൽ നല്ല മദ്യപിച്ചപ്പോൾ ഈ മരുന്നും കൂടെ കുടിച്ചപ്പം എല്ലാം കൂടെ കൊണ്ട് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് നല്ല പ്രശ്നം. നല്ല യൂട്യൂബേഴ്സിലെ സബ്സ്ക്രൈബർക്കെല്ലാം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നാട്ടുകാരൊക്കെ. കുട്ടി പറഞ്ഞു അടിച്ചെന്ന്. ഒരിക്കലും അടിച്ചിട്ടില്ല, അതുമ്മ പഠിപ്പിക്കുന്നതാണ്. കുട്ടിയെ അടിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ അടിക്കൂലേ? അവരടിക്കൂല. നിങ്ങൾ എപ്പോഴും സന്തോഷിച്ച് കൊണ്ടങ്ങ് നടക്കും. ഇന്ന് രായ്മ പറഞ്ഞിട്ട് എന്നെ മൂക്കടിച്ച് പരത്തി. എവിടെ മൂക്കടിച്ച് പരത്തി? ഞാൻ പറഞ്ഞു വീട്ടിൽ കയറരുത്, ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ പറയുന്നത് വിശ്വസിക്കും. അതുകൊണ്ട് വിശ്വസിക്കാൻ വേണ്ട. നിങ്ങൾ ആരും ബോധ്യപ്പെടുത്തിയിട്ട് നമുക്കൊന്നും കിട്ടാനുമില്ല. ഞാൻ മുത്തുമോൻ പറഞ്ഞു അടിച്ചു എന്ന്. തന്നെ പറഞ്ഞ അടിച്ചാ? ആരടിച്ച്? മക്കൾ അടിച്ചാ? ശ്യാമാപ്പച്ചി മോനെ അടിച്ചാ? സത്യം പറ, അച്ഛൻ്റെ പണിയില്ല എന്നടിച്ച് ചത്തിക്ക് കൊച്ചു കുരുത്തക്കിടക്കെ കാണിക്കുമ്പോൾ പാപ്പച്ചി അടിക്കും, അല്ലാതെ ഒന്നും അടിക്കില്ല. നുണച്ചിയാണല്ലോ. റസാക്ക് വന്നാ നിന്റെ വാപ്പ ധൈര്യമുണ്ടെങ്കിൽ ഉമ്മാൻ്റെ കൂടെ നിന്ന് ലൈവ് ചെയ്യും. ഉമ്മാൻ്റെ കൂടെ നിന്ന് ലൈവ് ചെയ്യണ ലൈവ് ഇതിനകത്ത് കിടപ്പുണ്ട്. ഉമ്മ എന്താണ് പറഞ്ഞത്? എൻ്റെ മോളാണ് എൻ്റെ അങ്ങനെ രായ്മയെക്കുറിച്ചൊരു ലൈവ് കിടപ്പുണ്ട്. വാപ്പയും ഉമ്മയും സംസാരിക്കുന്നു എന്ന് പറഞ്ഞൊരു ലൈവ്, ഒരു 9 മാസം മുന്നുള്ള ലൈവ് നിങ്ങൾ നോക്ക്. ആ ലൈവിൽ കിടപ്പുണ്ട്. പെട്ടെന്ന് ഉമ്മാക്ക് സുപ്രഭാതത്തിൽ ഇങ്ങനെ മാറിയത് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, കുടിച്ച പ്രശ്നമുണ്ടായി അടി കിട്ടിയില്ല. ഇല്ല അടിയൊന്നും കിട്ടില്ല. ഞാൻ പറഞ്ഞ് കയറി പറഞ്ഞു വീട്ടിൽ കാറി കിടന്ന് ഉറങ്ങി. 12 മണിയായപ്പോൾ ഞാൻ പോലീസ് എൻ്റെ സബ്സ്ക്രൈബർ വിളിച്ചു. പോലീസ് വന്നു, സംസാരിച്ചു. പോലീസ് പറഞ്ഞ് കാറി കിടന്ന് ഉറങ്ങിക്കോട്ടെ, രാവിലെ ആകുമ്പോൾ എനിക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ് പോയി. വന്നു കിടക്കുന്ന കാറിൽ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അയാൾ ഇനി ഇറങ്ങി ഇല്ല കേട്ടൂല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ കയറരുതെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് മദ്യപിക്കുന്ന ഇഷ്ടമല്ല. ഇവിടെ കയറരുതെന്നുണ്ട്. അവിടെ വന്ന് കിടക്കുന്ന കാവൽ കിടക്കും. കാരണം എന്താണെന്നറിയാമോ? സ്റ്റാൻഡ് കൊണ്ട് കാറിലുണ്ട്. ചെവിയിൽ വെള്ളം ഒഴിച്ച് വന്ന് ഹോസ്പിറ്റലിൽ പോയത്. ചെവിയിൽ വെള്ളം ഒഴിച്ചാൽ ഇൻഫെക്ഷൻ വന്നത്. ഇൻഫെക്ഷൻ അധികം കൊണ്ടുവരുന്നത് സ്കൂളിൽ പഠിച്ചപ്പോൾ ജലദോഷം വന്നത്. അത് അവിടെ വട്ടക്കൈത വീട്ടിൽ വെച്ചിട്ട് ആൻറ്റിബയോട്ടിക് ചെവിയിൽ എന്നെ വിടുന്ന കറ ഇരുന്ന് വെള്ളം എടുത്ത് ഒഴിച്ചതാണ്. അത് 3 മാസമായ വീഡിയോ ആണ്. അന്നെടുത്ത് എറിഞ്ഞ വഴിക്ക് അവളെ ചെവിയിൽ തട്ടി വീണു. അവൾ കള്ളം പറയാൻ പഠിച്ചിട്ടുണ്ട് ഒരുപാട്. മസ്രുവേ എനിക്കത് എല്ലാവരും ആ കുട്ടിയെ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചിട്ട് ആ കുട്ടി ചൈൽഡ് ലൈനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. പോസ്കോ കേസിന് എന്തോ കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. ചൈൽഡ് ലൈനിൽ എന്നെ എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ കൊച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബീൻ ഫാമിലിൻ്റെ അടുത്ത് ഷെഫിൻ അബീവിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിപ്പോൾ അവരെല്ലാവരും നിരന്തരം വീഡിയോ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ ചോദിക്കുമല്ലോ, എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പോസ്കോ കേസ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ അതിൻ്റെ പുറത്താണ് മദ്യം കുടിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു നിസ്സാര കാര്യമാണെങ്കിലും ഇപ്പോൾ ഇത് നിസ്സാര കാര്യമല്ല എന്നിട്ട് മദ്യം കുടിച്ചു പറഞ്ഞു. ഇതുപോലെ തന്നെ പല കാര്യങ്ങളും വരുന്ന സമയത്ത് മദ്യം കുടിച്ചിട്ട് ആ മക്കളെ വന്നിട്ട് അടിക്കാറുണ്ട്. അതുപോലെ തന്നെ പല രീതിക്കും ഉപദ്രവിച്ചു എന്നെല്ലാം ആ കുട്ടികൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ കുട്ടികൾക്ക് പേടി കൊണ്ടായിരിക്കും ആ കുട്ടികൾ ഒന്നും അടുക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് അടങ്ങിയിരിക്കുക. നമ്മുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വന്നിട്ട് എല്ലാം തുറന്ന് പറയുമ്പോൾ ഇത്രയും നാൾ കാറിലിങ്ങനെ കറങ്ങി മറ്റുള്ളവരിനെ കുറ്റം പറയുക. അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു അവരത് ചെയ്തു. സ്വന്തം ഉമ്മാനെയും വാപ്പാനെയും കുറ്റം പറയുന്ന ആളെ ആളെ ആരെങ്കിലും അംഗീകരിക്കും? ഒരാളും അംഗീകരിക്കില്ല. ആദ്യം നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ നല്ല ഇതാണ് വേണ്ടത് അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് വേണ്ടത്. നമ്മൾ ആദ്യം മാതാപിതാക്കൾ നമ്മുടെ നല്ലവരാണെന്നുള്ളത് പറയിപ്പിക്കുന്നത്. സ്വന്തം ഉമ്മയും വാപ്പയും വരെ ഇവിടെ തള്ളിക്കളഞ്ഞ കേസാണ്. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളവരെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. അപ്പോൾ നീ തന്നെയാണ് നിൻ്റെ കാര്യങ്ങൾ മൊത്തം പബ്ലിക്കിന് മുമ്പിൽ വന്ന് പറഞ്ഞിട്ട് ഇത്രയും വഷളാക്കിയത്. ഇത്രയും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ആക്കി തീർത്തിട്ട് പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കത് കേട്ടിട്ട് വരാം കേട്ടോ. ഒന്ന് കേട്ട് നോക്കൂ. ഒന്ന് കയറിപ്പോ. എൻ്റെ ഉമ്മ നല്ലതായിരുന്നു എങ്കിൽ എന്നെ ചേർത്ത് പിടിക്കേണ്ടുന്ന സമയത്ത് ചേർത്ത് പിടിക്കാത്തത് കൊണ്ടാണ് എനിക്ക് നീ അവസ്ഥ വന്നത്. എൻ്റെ മോൾ അപ്പുറത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞാലും നിന്നോട്ടെ. പക്ഷേ നിങ്ങളൊരു കാര്യമുണ്ട്, ഇറങ്ങിയ മസ്റൂറാൻ്റെ റിസൾട്ട് ഇങ്ങനെ നോക്കി വേണം. ടോപ്പറിൽ നിന്ന മോളെ യൂട്യൂബിൽ തുടങ്ങി കമൻറ്റ് വിട്ട് ചിരിച്ചും കളിച്ചും അങ്ങ് നിൽക്കുമ്പോൾ മക്കൾക്ക് അങ്ങനെ തന്നെയാണ്. കൊച്ചു മൊഴിയൊക്കെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ബാപ്പായിൽ നിന്നും ഉമ്മായിൽ നിന്നും അവർക്ക് എന്തോ ഒരു വിഷമിപ്പിക്കുന്ന ഭാഗമുണ്ടായി. പഠിക്കാൻ പറയുന്നതാണ് തെറ്റ് കേട്ടാ. പഠിക്കാൻ പറയുന്നതാണ് തെറ്റ്. മക്കൾക്ക് പഠിച്ചില്ലെങ്കിൽ സന്തോഷമാണ്. അവളിനി റിസൾട്ട് നിങ്ങളൊന്ന് നോക്കി തിരക്കിക്കൊള്ളണം കേട്ടാ. സജീന തഹായ് 3 കുട്ടികളെ കൂടി ഇരുന്ന് ഞാനൊരു കാര്യം പറഞ്ഞിട്ടേ, ഞാൻ റബ്ബർ ബാൽ എടുത്തുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ ഒറ്റയ്ക്ക് കാര്യം എനിക്ക് ഇഷ്ടമാണ്. ഒരു ഭർത്താവിൻ്റെ കീഴിൽ താമസിക്കാനാണ് എനിക്കിഷ്ടം.
കാരണം അത് എനിക്കിഷ്ടമാണ്. മസ്റൂമോൾ ഈ 2 മാസം ഫീസ് അടച്ചത് ഷാനാണ്. മസ്റൂമോൾ പറഞ്ഞിട്ട് തന്നെയാണ് ഷാൻ വന്നത്. അല്ലെങ്കിൽ മോൾ അന്നേ പറയണമായിരുന്നു, കുട്ടി അമ്മയോട് സംസാരിക്കാൻ സമ്മതിക്കാത്തത് എന്ത് ഉമ്മ സംസാരിപ്പിക്കില്ല. കാരണം മോൾ സംസാരിച്ചാൽ ഞാൻ മോളെ പഠിക്കാൻ വിളിക്കും. എനിക്ക് ചായതാമായും വേണം ഉമ്മായും വേണം. തിരുവനന്തപുരം എത്തിയപ്പോൾ അതങ്ങ് മാറി. ധൈര്യമായിരിക്കും. നിങ്ങളവിടെ ബാഡ് കമൻറ്റ് എഴുതി പിടിപ്പിച്ചോ, പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇന്നത്തെ വീഡിയോ കണ്ടതിൻ്റെ ബലത്തിലാണ് ഞാൻ ഒരു ലൈവ് ഇടാൻ വന്നത്. നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യത്തിനും എല്ലാ ഉത്തരവും പറയാൻ പറ്റില്ല. പിന്നെ എന്നാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരു 17 പേര് ഇവിടെ വന്നിരുന്നേട്ടാ. അപ്പോഴും എൻ്റെ അമ്മ ചാടി ഇറങ്ങി അവരുടെ കഥ പറയാൻ. അവർ പറഞ്ഞു, നമുക്ക് അറിയാം നിന്റെ ഉമ്മ ഒറ്റൊരാൾ കാരണമാണ് പബ്ലിക്കിൽ രായ്മേരെ കൂടെ ആ വോയിസ് റെക്കോർഡ്. എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നിയമമുണ്ട്, ആശാവർക്കറുണ്ട്, പഞ്ചായത്തുണ്ട്. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മസൂറ മോൾക്ക് ചെന്ന് പറയാലോ. നാവായിട്ടുള്ള തൊമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞിട്ടുള്ള കഴുത്തിന് പിടിച്ചെന്ന്. അവർക്ക് വേണമെങ്കിൽ നമ്മളവിടെ വരാം. നമ്മൾ അന്ന് എന്താണ് പറയുന്നത്, ഉമ്മാരുടെ നിന്നോട്ടെ ഇങ്ങനത്തെ ഒരു വിവാദങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നു. മസ്റൂവിൻ്റെ ചാനൽ വളരും. ചാനൽ വളരട്ടെ. ഇവിടെ നമുക്കിപ്പോൾ എന്ത് ഒരുപാട് പേരുണ്ട്, അതിന് നമുക്കൊന്നും ഒരു കുഴപ്പമില്ല. എൻ്റെ മോളായിട്ട് തന്നെയല്ല ചാനൽ വന്നത്, അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. ഷാൻ ഇവിടെയുണ്ട്. നിനക്ക് 4 പൂറ് സീനത്ത് പോത്തിനോട് വേദി എഴുതിയിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങളെ എനിക്ക് ചിലവിടുന്ന, എനിക്ക് വേറെ കാമുകൻ്റെ കാര്യമൊന്നും ആവശ്യമില്ല. അതിന് സപ്പോർട്ട് ചെയ്യുന്നവരല്ലേ പറയുന്നത്. സപ്പോർട്ട് ചെയ്തോട്ടെ. നിന്നെ പോലെയുള്ള സബ്സ്ക്രൈബർ ആയിരിക്കും. തന്നെ മസ്റൂവിനെ ചാനൽ ഒന്ന് പറയുമോ? ഒരു 10 വയസ്സുള്ള ഒരു കൊച്ചിനാണ് ഒരു ചാനൽ. എൻ്റെ കാക്ക എൻ്റെ മിന്നാമോള് ചാനൽ തുടങ്ങിയപ്പോൾ കാക്ക നിർബന്ധിച്ച് നിർത്തിപ്പിച്ച്, എന്താണ് പഠിത്തം കൊച്ചിൻ്റെ ബേക്കിലോട്ട് ആയി പോകുന്നു പറഞ്ഞേ. 10 വയസ്സുള്ള കൊച്ചിന് ചാനൽ അവൾ മമ്മൂട്ടി മോഹൻലാലും ചമയാൻ പോവേലേ, സിനിമയിൽ അഭിനയിക്കാൻ പോവേലേ. ഇതൊക്കെ എന്തെന്നറിയാമോ? എൻ്റെ കൂടെയുള്ള വാശി കാണിക്കുന്നതാണ്. ആർക്ക് പോയി? എനിക്കൊന്നുമില്ല. അതിൽ നിന്ന് ചാനലിൽ നിന്ന് വല്ലതും കിട്ടുമെങ്കിൽ അവർക്ക് നിവർത്തിയില്ലാത്തതുകൊണ്ടല്ലേ. അതിൽ നിന്ന് എടുത്തിട്ട് അവളെ കണ്ടിച്ച് ഡാൻസ് കാണിച്ച് പൈസ മേടിക്കട്ടെ. എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടാ. ഷാൻ്റെ ഉമ്മാനെ ഞങ്ങൾ ഇന്ന് കേട്ട്. എവിടെ നിന്ന്? ഷാൻ എന്തിനു വെളിയിലാക്കി? ഷാനെ ഞാൻ ഇപ്പോൾ വിളിച്ചാൽ ഇറങ്ങി വരും. പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോലീസ് ഒന്ന് പറഞ്ഞു. എനിക്ക് എന്തിനാ അസൂയ? ഒരു ചാനൽ തുടങ്ങി 4000 മണിക്കൂർ വാച്ച് അവറായി, മോണിറ്റൈസേഷനായി, ചാനലിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങുമ്പോൾ അവരൊരു ആവശ്യത്തിന് അവരൊരിക്കൽ എടുക്കാം കേട്ടാ. ഇവളുടെ അഹങ്കാരത്തിന് പിന്നെ ഞാൻ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയിഷ ബീബി, ഷാഹിദ ബീബി, ജമാലുദ്ദീൻ എന്നോളെ എനിക്ക് ആ മോൻ തന്നെ പറയുന്നുണ്ട് എന്നെ അടിച്ചു എന്നുള്ളു. പുള്ളിക്കാരി കണ്ണൂരിട്ടിട്ട് അടിച്ചില്ല എന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കണമെങ്കിലും അടിച്ചു എന്ന് ആ മോൻ തന്നെ പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും സ്വന്തം വാപ്പയല്ലാത്ത രീതിക്ക് അടിക്കുന്ന സമയത്തും അതുപോലെ ശകാരിക്കുന്ന സമയത്തും അത് എന്താണ് രണ്ടാനച്ഛൻ, അല്ലെങ്കിൽ ഇത് രണ്ടാനച്ഛൻ പറയാൻ പറ്റില്ല, 4-മത്തെ അല്ലേ. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ ആളുകൾ കാണുള്ളൂ. ഇപ്പോൾ ഒന്നാമത്തത് സമൂഹത്തിൽ എന്താണ് രണ്ടാനച്ഛന്മാർ അടിച്ചു കൊന്ന, അപ്പോൾ ആ ഒരു 1.5 വയസ്സായ മോനെ കൊന്നതിൻ്റെ ആ ഒരു ഇത് കേസ് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് അത് ഇതായി പോകും. ഈ ഒരു പുള്ളിക്കാരിയെ ശരിക്ക് എന്താണ് ആ ഷാൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ വെറുതെ വിടാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. അവനെ അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. എന്നിട്ടും അവനെ വെറുതെ വിട്ടിരിക്കുകയാണ്. എന്താണ് ശരി പോട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും ഈ പുള്ളിക്കാരിക്ക് അഹങ്കാരത്തിന് ഒരു കുറവില്ല. അതുപോലെ തന്നെ മസ്റൂറ പറഞ്ഞ ഇവളുടെ സ്വന്തം മോൾ അയച്ച വോയിസും കാര്യങ്ങളെല്ലാം പബ്ലിക്കിൻ്റെ എടുത്തിട്ടിട്ടുണ്ട്. ആ മോള് പറഞ്ഞ കാര്യങ്ങളും എല്ലാം അത് ആ മോളെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. ഈ പുള്ളിക്കാരിയും മോശം, ഈ പുള്ളിക്കാരിൻ്റെ ഉമ്മയും അത്ര നല്ലതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ആ പുള്ളിക്കാരും പലതും ആ മോളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പം രണ്ട് കൂട്ടറിൻ്റെ അടുത്തും ആ മോള് സേഫല്ല. ഈ മക്കളെ ഇരുത്തിട്ട് എന്തെല്ലാം തെറികളാണ് അറിയും ഇവർ വിളിക്കുന്നത്. ഇപ്പോൾ ആ ഷാഹിദ എന്ന് പറയും, ഇവളുടെ ഉമ്മ ഷാഹിദ എന്ന് പറഞ്ഞ ആ വ്യക്തിയാണെങ്കിലും ഈ നെജിലയും ഷാനാണെങ്കിലും ആ മക്കളെ കൂടെ ഇരുത്തിയിട്ടാണ് എന്താ പറയുക പച്ചയ്ക്കുള്ള തെറികളാണ് വിളിക്കുന്നത്. നമ്മൾ തന്നെ കേട്ടാൽ അറയ്ക്കുന്ന അമ്മാതിരി തെറികളാണ് വിളിക്കുന്നത്. അപ്പം മക്കളെ അടുത്തിരുത്തിട്ട് നമ്മൾ പറയാവുന്ന കാര്യങ്ങൾ പറയാതെ ആ മോളാണെങ്കിൽ ആ മോളുടെ പല വീഡിയോകൾ എടുത്ത് നോക്കിയപ്പോൾ തന്നെ മനസ്സിലാവും ഷാൻ ഓരോന്നും ചെയ്യുന്നതും ഓരോന്നും ഇതാവുന്നതും ആ മോൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ. എന്താണെങ്കിലും 1-2 ആളിനെല്ലാം ആ മോള് വാപ്പാന്ന് വിളിച്ചിരിക്കുന്നത്. 4 പേരെ വാപ്പ വിളിക്കേണ്ട ഗതികേട് വന്ന ഒരു മോളാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മോൾക്ക് പല ഇതും ഉണ്ടാവും. ഇവള് ചോദിച്ച് ആ മക്കളെ കൊണ്ട് പറയിപ്പിക്കണം അവരുടെ അടുത്ത്. ആ മക്കൾ പേടിച്ചിട്ടാണ് ഇവളുടെ അടുത്ത് ഇങ്ങനെ നോക്കുന്നത് കാണാം. എന്നിട്ട് എന്താണ് പറയുന്നുള്ള രീതിക്ക് ഫോഴ്സ് ചെയ്ത് നമ്മൾ മക്കളെ കൊണ്ട് പറയിപ്പിക്കില്ല. ആ രീതിക്കാണ് മക്കളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അല്ലാതെ അവർ സ്വയം ഇതായിട്ടല്ല പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവളുടെ കൂടെ ഇരിക്കുമ്പോൾ ആ മസ്റൂറ എന്ന് പറഞ്ഞ മോള് പേടിച്ചിട്ട് തന്നെ ഇരുന്നിരിക്കുന്നു. ശരിയാണ്, ഇവൾ പഠിപ്പിച്ചിട്ടുണ്ട്, നന്നായി നോക്കിയിട്ടുണ്ട്, എല്ലാം ശരിയാണ്. എങ്കിലും നമ്മൾ മക്കളെ വളർത്തേണ്ട പല രീതികളുണ്ട്. ആ രീതിക്ക് നമ്മൾ വളർത്താൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ എന്താണ് എല്ലാവരും ഒരു 4-5 എണ്ണം കിട്ടുക, 4-5 എന്താണ് തന്തമാരെയും വാപ്പ വിളിപ്പിക്കുക, എന്നിട്ട് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുക അത് ഇത് എന്താണ് മക്കളും വാപ്പയും പോയി, മക്കളും വാപ്പയും വന്നു, മക്കളും വാപ്പയുടെ സ്നേഹം കണ്ടോ. അതാണ് എത്രതായാലും സ്വന്തം തന്തേനെ അല്ലാതെ വേറൊരു എന്താണെങ്കിലും ചമഞ്ഞ ഒരു എന്താ ഏച്ചുകെട്ടിൽ മുഴച്ചിരിക്കുന്നു പറയില്ല. ആ ഒരു രീതിക്ക് തന്നെ സ്വന്തം തന്തേനെ എത്ര തന്തമാർ അതിനെ
കടന്ന് വന്നാലും അത് ഒരിക്കലും തന്തമാരായില്ല. അല്ലെങ്കിൽ തള്ളന്മാരാണെങ്കിലും സ്വന്തം തള്ള തന്നെ, രണ്ടാം തള്ളയാണെങ്കിലും മൂന്നാം തള്ളയാണെങ്കിലും മൂന്നാം തന്തയാണെങ്കിലും നാലാം തന്തയാണെങ്കിലും അത് തന്തമാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ക്ഷമിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അല്ലാതെ 4, 5 ഞാൻ ഒരെണ്ണം കെട്ടി ഒന്നിലടങ്ങിയിരിക്കുന്നുണ്ട്. നീ എവിടെ ഒരെണ്ണം കെട്ടി ഒന്നിലടങ്ങിയിരുന്നു? റഹീമിനെ കെട്ടി. ശരി, റഹീമിനെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, എൻ്റെ ഉമ്മയുടെ പ്രായമുണ്ട്, റഹീം കളവനാണെന്ന് പറയുന്നു. പിന്നെ രണ്ടാമതൊരു കെട്ടി, അവൻ എന്ത് പറ്റി? മൂന്നാമതൊരു കെട്ടി, അവൻ എന്ത് പറ്റി? ഇപ്പം നാലാമത് കെട്ടി, നാലാമതിലും പ്രശ്നം. ശരിയാണ്, ഒന്ന് കെട്ടി രണ്ടാമത്തേൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ മൂന്നാമത്തെ കെട്ടിയിൽ പ്രശ്നം ഉണ്ടാവില്ല. ഇത് ഒന്നും കെട്ടി, രണ്ടും കെട്ടി, മൂന്നും കെട്ടി, നാലും, നിനക്ക് മാത്രമുള്ള പ്രശ്നം. ശരിയാണ്, ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും പല ഇതും ഉണ്ടാവും. എങ്കിലും നമ്മൾ അടങ്ങി ഒതുങ്ങി ക്ഷമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത് അല്ലേ? അപ്പോൾ എല്ലാം വന്ന് പബ്ലിക്കിന് മുമ്പിൽ വന്ന് പറഞ്ഞിട്ടാണ് അവർ ലൈഫ് കൊണ്ടുപോകുന്നത്. അവർ പറയാവുന്ന കാര്യങ്ങളെ അവർ പറയുന്നുള്ളൂ. നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നീ കാണിക്കേണ്ട കാര്യങ്ങളാണോ നീ കാണിച്ചു കൂട്ടുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്ക്. എന്താണ് എങ്ങനത്തെ തെറികളൊക്കെയാണ് ആ മക്കളെ ഇരുത്തിയിട്ട് പറയുന്നത് കണ്ടാൽ. സ്വന്തം മോളുടെ അടക്കം, സ്വന്തം മോൾ അയച്ച മെസ്സേജ് അടക്കം പബ്ലിക്കിൻ്റെ മുമ്പിലിടുക. നീ തന്നെ പറയുന്നുണ്ട്, എൻ്റെ 10 വയസ്സായ മോളെ കൊണ്ട് എൻ്റെ തള്ള അവിടെ ഇവിടെ കറങ്ങാൻ പോവുകയാണ്, അതാണ് ഇതാണ്. നീ ആ മോളെ കൊണ്ട് നീ എന്തെല്ലാമാണ് ചെയ്യിപ്പിച്ചത്? സ്വയം ഒന്ന് ചിന്തിച്ച് നോക്ക്. നീ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണോ എന്നുള്ളത് നീ ഒന്ന് സ്വയം ചിന്തിച്ച് നോക്ക്. എന്തായാലും അവൾ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു. ഒരു ഭർത്താവിൻ്റെ കീഴിൽ താമസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം അത് എനിക്കിഷ്ടമാണ്. മഫ്രൂമോള് ഈ 2 മാസത്തെ ഫീസ് അടച്ചത് ഷാനാണ്. മഫ്രൂമോള് പറഞ്ഞിട്ട് തന്നെയാണ് ഷാൻ വന്നത്. അല്ലെങ്കിൽ മോൾ അന്നേ പറയണമായിരുന്നു, കുട്ടി അമ്മയോട് സംസാരിക്കാൻ സമ്പാദിക്കാത്തത് എന്ത്, ഉമ്മ സംസാരിപ്പിക്കില്ല. കാരണം മോള് സംസാരിച്ചാൽ ഞാൻ മോളെ പഠിക്കാൻ വിളിക്കും. എനിക്ക് ചായതാമായും വേണം, ഉമ്മായും വേണം. തിരുവനന്തപുരം എത്തിയപ്പോൾ അതങ്ങ് മാറി. ധൈര്യമായിരിക്കും. നിങ്ങളവിടെ ബാഡ് കമൻറ്റ് എഴുതി പിടിപ്പിച്ചോ, പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇന്നത്തെ വീഡിയോ കണ്ടതിൻ്റെ ബലത്തിലാണ് ഞാൻ ഒരു ലൈവ് ഇടാൻ വന്നത്. നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ചോദ്യത്തിനും എല്ലാ ഉത്തരവും പറയാൻ പറ്റൂല. പിന്നെ ഇന്നലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരു 7-8 പേര് ഇവിടെ വന്നിരുന്നേട്ടാ. അപ്പോഴും എൻ്റെ ഉമ്മ ചാടി ഇറങ്ങി അവരിവിടെ കണ്ടു പറഞ്ഞത്. അവർ പറഞ്ഞു, അമ്മക്ക് അറിയാം നിന്റെ ഉമ്മ ഒറ്റൊരാൾ കാരണമാണ് പബ്ലിക്കിലെ രായമ്മേരെ കൂടെ ആ വോയിസ് റെക്കോർഡ്. എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നിയമമുണ്ട്, ആശാ വർക്കറുണ്ട്, പഞ്ചായത്തുണ്ട്. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മസ്റൂറ മോൾക്ക് ചെന്ന് പറയാലോ. നാവായകുളത്ത് അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞിട്ടുള്ള കഴുത്തിന് പിടിച്ചെന്ന്. അവക്ക് വേണമെങ്കിൽ നമ്മളെ കൂടെ വരാം. നമ്മൾ അന്നും ഇന്നും എന്താണ് പറയണത്? ഉമ്മാരുടെ നിന്നോട്ടെ. ഇങ്ങനത്തെ ഒരു വിവാദങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നു. മസ്റൂവിന്റെ ചാനൽ വളരും. ചാനൽ വളരട്ട്. ഇവിടെ അമ്മക്കിപ്പോൾ എന്ത്, ഒരുപാട് പേരുണ്ട്. ആ മോള് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ചാനൽ തുടങ്ങിയപ്പോൾ രണ്ടാൾക്കും ഭയങ്കര വെപ്രാളമായിരുന്നു. എന്തൊക്കെ നീ അതിന് പറയും. ശരിയാണ്, എന്താണ് ചെറിയ കുട്ടികൾ ചാനൽ തുടങ്ങുന്നത് ശരിയല്ല. 10 വയസ്സെന്തോ പുള്ളിക്കാരിക്ക് ആ കൊച്ചിനായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പ്രായത്തിൽ ചാനൽ തുടങ്ങുന്നത് ശരിയല്ല. എന്താണ് അവൾ സ്വയം തുടങ്ങിയതല്ല, അവളുടെ ഉമ്മയുടെ ചാനലാണ്. ഇവളുടെ ഉമ്മയുടെ ചാനലാണ് പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇവളുടെ കണ്ടിട്ടല്ലേ ആ മോള് വളരുന്നത്. അപ്പോൾ ഇവളെ പോലെ ആവാൻ നോക്കുക. അത് തന്നെ 2-3 ദിവസം കൊണ്ട് എന്തോ 2000 സബ്സ്ക്രൈബറൊക്കെ ആയി തോന്നുന്നു. അപ്പോൾ എന്താണെങ്കിലും ആളുകൾക്ക് മറ്റുള്ളവരുടെ ഇത് കാണാനാണല്ലോ ഇഷ്ടം. ഇങ്ങനെയുള്ള വീഡിയോസുകൾ കാണാനാണല്ലോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും പുള്ളിക്കാരി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണെങ്കിലും ആ സമയത്ത് ഇവർക്ക് ഭയങ്കര വെപ്രാളമായിരുന്നു. ഇവർക്ക് എന്തും എല്ലാവരോടും പറയാം, മറ്റുള്ളവർക്കൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു ടെൻഡൻസിയാണ് ഭാര്യയ്ക്കും ഭർത്താവ്. എന്ത് തന്നെയാണെങ്കിലും ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരെ സമ്മതിക്കണം. അപാരം. അത് തന്നെയാണ് ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. എന്ത് കണ്ടിട്ടാണ് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയെല്ലാം സ്വന്തം തള്ളയാണ്, സ്വന്തം പെറ്റ മോളെ അടക്കം കുറ്റം പറയുന്ന ഇവളൊക്കെ ഒരു മനുഷ്യസ്ത്രീയാണ്. എന്നിട്ട് എനിക്ക് ഒരു ഭർത്താവിൽ തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടം. നീ 4 എണ്ണം കെട്ടിയിട്ട് 4 ഭർത്താവിൽ അടങ്ങി ഇരുന്നിട്ടില്ലല്ലോ. 4 എണ്ണം കെട്ടി 4ഉം ഈ ഒരു ഷാൻ എന്ന് പറയുന്ന വ്യക്തി പോകുന്ന കേസല്ല. ഇവൾ അടിച്ചു കൊന്നാലും അവൻ മരിച്ചാലും പ്രേതമായിട്ട് ഇവളെ വന്നിട്ട് ഇവളുടെ കൂടെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു പ്രകൃതിയാണ്. എന്താ വെച്ചാൽ ഇവളുടെ ഇഷ്ടം പോലെ പുള്ളിക്കാരൻ കിട്ടിക്കണ്ടു. ജോലിക്കും പോകേണ്ട 3 നേരം കുശാല് ഫുഡും അതുപോലെ തന്നെ കിടക്കാൻ നല്ലൊരു വീട്, എന്താ വേണ്ടത് എല്ലാം പുള്ളിക്കാരൻ്റെ അടുത്തുണ്ട്. പണം, സ്വർണം എല്ലാം ഉണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ ഒരു സുപ്രഭാതത്തിൽ പറയും എനിക്കൊന്നുമില്ല എന്നും പറയും. പിന്നെ ഇറക്കാൻ നിൽക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടും. ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയും എനിക്ക് അതുണ്ട്, ഇതുണ്ട്, സ്വത്തുണ്ട്, മുതലുണ്ട്, എനിക്ക് അത്ര സ്വർണ്ണമുണ്ട്, അത്ര ലക്ഷം എൻ്റെ അക്കൗണ്ടിലുണ്ട്. പിന്നത്തെ വീഡിയോയിൽ വന്നിട്ട് പറയും എനിക്ക് അതില്ല, എന്നെ സഹായിക്കണം, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, അതാണ് ഇതാണ് പറയും. ഇവള് തന്നെ ഒരു വായ കൊണ്ട് തന്നെ ഒരു ഇതുകൊണ്ട് തന്നെ 100 കാര്യങ്ങളാണ് പറയും. ഇപ്പം പറഞ്ഞ് വിത്തിൻ സെക്കൻഡ് കഴിഞ്ഞാൽ ആ കാര്യം മറക്കും. പുള്ളിക്കാരിക്ക് എന്തോ മാനസികമായിട്ട് പ്രശ്നമുണ്ട്. ഈ ഒരു മാനസിക പ്രശ്നമുള്ള ഈ ആളുടെ കൂടെ
ശരിക്കും ആ മക്കളെ ഇരുത്താത്തത് തന്നെയാണ് നല്ലത്. ആ 3 മക്കളും സേഫല്ല അവളുടെ കൂടെ ഇരിക്കുന്നത്. എന്താണ് ഭയങ്കര ഡേഞ്ചറാണ് ഈ പുള്ളിക്കാരിയുടെ കൂടെ ആ മക്കൾ ഇരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇവളെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്തരമുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.